ഇന്ന് ഞാൻ ഇടാൻ പോകുന്ന വീഡിയോയെ നമ്മൾ ഭക്ഷണം പാകം ചെയ്യുന്നതിനെ പറ്റിയാണ്. നമ്മൾ സന്തോഷമായിട്ടും സ്നേഹമായിട്ടും ആത്മാർത്ഥതയോടും നമ്മളൊരു ഭക്ഷണം പാകം ചെയ്ത് ഒരാൾക്ക് കൊടുത്താൽ അത് കഴിക്കുന്നവർക്ക് അതിൻ്റെ ഗുണങ്ങളുണ്ടാകും. പിന്നെ നമ്മൾ സന്തോഷമായിട്ട് ഭക്ഷണം പാകം ചെയ്താൽ ആ ആഹാരത്തിനും ഭയങ്കര ടേസ്റ്റായിരിക്കും. നമ്മൾ മനസ്സ് വിഷമിച്ച് ഒരു ആഹാരം പാകം ചെയ്താൽ ആ ആഹാരം ഉണ്ടാക്കുന്നത് ശരിയാകത്തില്ല. അങ്ങനെയുണ്ട്. അപ്പം നമ്മുടെ മനസ്സാണ് എല്ലാത്തിനും പ്രധാനം. പിന്നെ നമ്മൾ ഒരാളുടെ അംഗീകാരമോ അവരുടെ സ്ഥാനങ്ങളോ ഒന്നും കിട്ടിയത് കൊണ്ട് നമുക്ക് സന്തോഷമാകത്തില്ല. പക്ഷേ നമുക്ക് ആത്മാർത്ഥമായിട്ടൊരു സ്നേഹം കിട്ടിക്കഴിഞ്ഞാൽ അതുകൊണ്ട് നമ്മൾ തൃപ്തരായിരിക്കും. അങ്ങനെയല്ലേ? അങ്ങനെ ഓരോരോ കാര്യങ്ങൾ നമ്മൾ ഭൂമിയിൽ വരുന്നു, ഒന്നുമില്ലാതെ നമ്മൾ ജനിക്കുന്നു. പിന്നെ നമ്മൾ എന്തിനാണ് ഒരുപാട് ആർത്തി കാണിക്കുന്നത്? എന്തായാലും നമ്മൾ ഭൂമിയിൽ നിന്ന് പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകത്തില്ല. വെറും കൈയോടെ വരുന്നു, വെറും കൈയോടെ പോകുന്നു. അപ്പം നമ്മൾ ഭൂമിയിൽ ജീവിക്കുമ്പോൾ കുറച്ച് സന്തോഷമായിട്ടും സമാധാനമായിട്ടും ജീവിക്കുക, മറ്റുള്ളവരെ സ്നേഹിക്കുക, മറ്റുള്ളവർക്ക് ഒരു ദ്രോഹവും ചെയ്യാതിരിക്കുക. പരമാവധി നമ്മൾ ഒരാൾക്ക് സ്നേഹം കൊടുക്കാനും സ്നേഹിക്കാനും പഠിക്കുക. അപ്പോൾ തിരിച്ച് നമുക്കും സന്തോഷം കിട്ടും. ഒരാളെ വിഷമിപ്പിച്ചിട്ട് നമുക്കൊന്നും നേടാനില്ല. എല്ലാവരോടും എപ്പോഴും സന്തോഷമായിട്ടിരുന്നാലേ നമുക്ക് സന്തോഷമായിട്ടിരിക്കും. പിന്നെ നമുക്കൊരു അസുഖം വന്നാലും ആ അസുഖം മാറാൻ വേണ്ടിയിട്ട് നമ്മൾ എത്ര മരുന്ന് കഴിച്ചാലും ചിലപ്പം നമുക്ക് സന്തോഷമില്ലെങ്കിൽ, നമ്മുടെ ജീവിതം സന്തോഷമില്ലാത്തതാണെങ്കിൽ നമുക്ക് അസുഖം പെട്ടെന്ന്, രോഗങ്ങളൊന്നും പെട്ടെന്ന് കുറയത്തില്ലല്ലോ. നമ്മൾ സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരുന്ന ഒരു മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അസുഖങ്ങളും മാറും. പിന്നെ നമ്മൾ നല്ല ഭക്ഷണങ്ങളും കഴിക്കണം, നമ്മുടെ ആരോഗ്യവും നോക്കണം. എത്ര നമ്മൾ ആരോഗ്യം നോക്കിയാലും ശാരീരികമായിട്ട് നമുക്കൊരു മനസ്സമാധാനമില്ലെങ്കിൽ ഒരിക്കലും നമുക്കൊരു സമാധാനം കിട്ടത്തില്ല. ഏത് കാര്യമായാലും നമ്മൾ നോ പറയാനും പഠിക്കണം. നമ്മൾ നോ എന്ന് പറയുന്നതിൽ നിന്നായിരിക്കും നമ്മുടെ ജീവിതം തുടങ്ങുന്നത്. അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ ചിന്തിച്ച് ആലോചിച്ച് ചെയ്തു കഴിഞ്ഞാൽ അതിന് ഒരു പരിഹാരവും ഉണ്ട്. ഏത് കാര്യത്തിനും പരിഹാരം ഇല്ലാത്ത കാര്യമില്ലല്ലോ. ഉണ്ടോ? ഇല്ല. എല്ലാ കാര്യത്തിനും ഉണ്ട് പരിഹാരം. അങ്ങനെ ഒരു കാര്യം ഓർത്ത് നമ്മൾ കൂടുതൽ വിഷമിക്കാനോ കൂടുതലൊരു കാര്യം ഓർത്ത് നമ്മൾ ചിന്തിക്കാനോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എല്ലാം നടക്കേണ്ട സമയത്ത് അത് ആ വഴി പോലെ നടക്കും. നമ്മളെപ്പോഴും നല്ലത് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മളെ ആരെല്ലാം പഴിച്ചാലും നമ്മൾ ചെയ്തതെന്ന് ശരിയാണോ അത് മാത്രം നമ്മൾ നോക്കിയാൽ മതി. മറ്റുള്ളവരുടെ പരിഭവങ്ങളോ മറ്റുള്ളവരുടെ കുറ്റങ്ങളോ അതിനൊന്നും നമ്മൾ ചെവി കൊടുക്കാതിരിക്കുക. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് നമുക്ക് നല്ല ബോധ്യം ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ വേറൊരാൾ പറയുന്നത് കേട്ട് വിഷമിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല. ഓക്കെ, താങ്ക് യു.